ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പം എനിക്ക് നിരന്തരമായിട്ട് എല്ലാവരുടെ ഡൗട്ടാണ് എങ്ങനെയാണ് ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നത്, എവിടെ നിന്നാണ് ഡിസൈൻ എടുക്കണേ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിസൈൻ നമ്മൾ ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു നോർമൽ പേപ്പറിലോട്ട് വരച്ചെടുക്കണേന്ന്. അപ്പം ചിലവർ പറയും എനിക്ക് വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ബ്ലൂ പ്രിൻ്റ് തരാമോ, ക്ലിയർ ആയില്ല, സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ക്ലിയർ ആയില്ല, അങ്ങനെ പല പല ഡൗട്ട്സും അവർ പറയാറുണ്ട്. അപ്പോൾ അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് ബ്ലൂ പ്രിൻ്റ് ഇല്ലാത്ത ഒരു ഡിസൈൻ, ഇപ്പം നമ്മൾ കാണുവാണ് ഒരു സാരിയിലെ ഒരു ഡിസൈൻ നമ്മൾ കണ്ടു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇല്ല. അപ്പം നമുക്ക് തയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ബ്ലൂ പ്രിൻറ്റിൻ്റെ ഡിസൈനിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ നമുക്ക് കാണാം. അത് തയ്ച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണേ എന്നും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഡിസൈൻ എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ലെങ്ത് ഇരുന്ന വീഡിയോ കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഈ ഒരു എംബ്രോയ്ഡറി താല്പര്യമുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ഈ വീഡിയോ. അപ്പോൾ അവർക്കും യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങും കാണാം. ഞാൻ ഇന്ന് ഇവിടെ തയ്ക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു ഡിസൈനാണ്. ഇതാണ് ആ ഒരു ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈൻ തയ്ക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അല്ലെങ്കിൽ കാണിച്ചു തരാനുള്ളത്, എങ്ങനെയാണ് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൊബൈലിലെടുത്ത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു പിക്ചറാണ് ഇത്, ഈ ഒരു ഡിസൈൻ. അപ്പോൾ അത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്പ് ആവാം, ഫേസ്ബുക്ക് ആവാം, അല്ലെങ്കിൽ ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം തോന്നി ഏതെങ്കിലും ഒരു ഡിസൈൻ ആയിക്കോട്ടെ, അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഡിസൈൻ. ഈ ഡിസൈൻ ഞാൻ പറയാറുണ്ട്, ലാപ്ടോപ്പ് ഫോൺ ഇപ്പം ലാപ്ടോപ്പിലാണ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ അവിടുന്ന് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് വരയ്ക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിനു മുമ്പ് പണ്ട് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതല്ല, അതിൽ നിന്ന് ഇപ്പോൾ ലാപ്ടോപ്പ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫോൺ, ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലത്തെ ഒരു വലിയ സ്ക്രീനുള്ള ഫോണായിരിക്കും. ഈ ഒരു സൈസിലുള്ള ഫോണായിരിക്കും എല്ലാവരുടെയും കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഫോണിൽ എങ്ങനെയാണ് ഫോണിൽ നിന്ന് ഞാൻ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എത്ര എൻലാർജ് ചെയ്താലും ഒത്തിരി ഇതുവരെ നമുക്ക് എന്തോരമാണ് എൻലാർജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻലാർജ് ചെയ്യും. ഇപ്പം നമ്മുടെ ഒരു ഡിസൈനിന് ഇപ്പം നമ്മുടെ സാരിയിലാണ് തയ്ക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ സൈസ് ഇത്രയും വലുതായച്ചാൽ മതി എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഡിസൈൻ ഇങ്ങനെ നീണ്ടു പോവുകയാണ്, നമ്മുടെ ഫുൾ സ്ക്രീനിൽ എൻലാർജ് ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈസ് മതി എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ആ സൈസിൽ തന്നെ നിർത്തിയിട്ട് പിന്നെ ഇതിനെ പാർട്സ് ആയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക. ഇപ്പോൾ ഇതൊരു പാർട്ട്, ഇത് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടിപ്പം ഇതിപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ബാക്കിയത്തെ പോർഷൻ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇത് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഇത്രയും പോർഷൻ നമ്മൾ ആദ്യം സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തു, ഫസ്റ്റ് ഫ്ലവറിൻ്റെ. ഇനി ഇത്രയും സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക. സൈസ് മാറ്റരുത്, എന്തോരമാണ് നമ്മൾ സൂം ചെയ്ത് ആ സൈസ് മാറ്റരുത്. പിന്നെ ഇത്രയും ഫ്ലവർ വീണ്ടും ഇതും സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തു. അപ്പോൾ പിന്നെ ഇത്രയും, അങ്ങനെ നമ്മൾ ആ ഫ്ലവർ ഡിസൈൻ തീരുന്ന അവിടം വരെ സ്ക്രീൻഷോട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗാലറിയിലുണ്ട്. നമ്മൾ എന്തോരം സ്ക്രീൻഷോട്ട് ചെയ്തു ഇതെല്ലാം നമ്മുടെ ഗാലറിയിലുണ്ടല്ലോ. ഇനി നമ്മൾ ഗാലറിയിൽ പോയി എടുക്കുകയാണ്. ആ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മൾ എടുത്തേക്കുന്നതെല്ലാം ഗാലറിയിൽ പോയി എടുക്കുകയാണ്. അപ്പോൾ ദേ കിടക്കണു നമ്മുടെ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ ബട്ടർ പേപ്പർ എല്ലാവർക്കും അറിയാമെങ്കിൽ നമ്മൾ കേക്കോ എന്തെങ്കിലും ബേക്ക് ചെയ്യാൻ നേരത്ത്, കേക്ക് ബേക്ക് ചെയ്യാൻ നേരത്ത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബേക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ പാത്രത്തിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു പേപ്പറാണ് ബട്ടർ പേപ്പർ. നമുക്കിങ്ങനെ റോളായിട്ട് കിട്ടും. അലൂമിനിയം ഫോയിലൊക്കെ മേടിക്കുന്ന പോലെ ബട്ടർ പേപ്പറും ഇങ്ങനെ റോളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ബട്ടർ പേപ്പർ ഇതിൻ്റെ മേളിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൊബൈലിൻ്റെ മേളിലോട്ട് വെച്ച് അതേ നമുക്ക് നല്ലോണം കാണാം പെറ്റിലയിലേ കൂടെ പോണേ എങ്ങനെയാണ് പോണേ എന്നുള്ളതെല്ലാം. അപ്പം ഇനി ഇതിൻ്റെ മേളിൽ ഇതുപോലെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ സൈസ് ഇത് സ്റ്റാർട്ടിംഗ് ആണ്, നമ്മുടെ ഡിസൈൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഡിസൈൻ, ഇവിടുന്ന് പേപ്പറിൻ്റെ ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ഡിസൈൻ വരയ്ക്കേണ്ടത്.
അതെപ്പോഴും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റത്തുണ്ടാവില്ല. അപ്പോൾ ഡയറക്ഷൻ നോക്കിയിട്ട് വെക്കുക. ഇതിപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാനിപ്പോൾ ചുമ്മാ കാണിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല, ഞാൻ കാണിച്ചു തരുകയും ചെയ്തേ. കുറേ പേര് എനിക്കിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഡിസൈൻ എങ്ങനെയാണ് എടുക്കുന്നത്, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ വരയ്ക്കാൻ അറിയത്തില്ല, എങ്ങനെയാണ് ഡിസൈൻ വരച്ചെടുക്കുക എന്ന് കുറേ പേര് ചോദിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഫോണിൻ്റെ സ്ക്രീൻ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ ഒത്തിരി മുറുക്കെ പിടിക്കരുത്. നമ്മൾ പയ്യെ വേണം, പെൻസിൽ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. പെൻസിൽ ഒത്തിരി മുറുക്കെ പ്രസ് ചെയ്ത് പിടിക്കരുത്, സ്ക്രീനിന് കേടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നോക്കി ഇതുപോലെ വരച്ചെടുത്താൽ മതി. പയ്യെ ലൈറ്റായിട്ട് വരച്ചാൽ മതി, പിന്നെ നമുക്ക് ഡാർക്കൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് അതൊന്ന് വേഗമായിട്ട് നമ്മൾ വരച്ചെടുക്കുക. ഇവിടെ സർക്കിൾ പെറ്റൽ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരയ്ക്കുക. ഇതിൻ്റെയൊക്കെ ഷേപ്പ് കുറച്ചും കൂടെ ഞാനിതിപ്പോൾ വേഗമായിട്ട് വരച്ച് പോവുകയാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ സൂക്ഷിച്ച് ഷേപ്പ് അതുപടിയൊക്കെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചു. ഇതിപ്പോൾ ഒരു ഡിസൈൻ, ഞാനിത് ഫുള്ളും വരച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഡിസൈൻ വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഹാഫ് അടുത്ത സ്ക്രീൻഷോട്ടിലാണ് വരുന്നത്, ഈ ഫ്ലവറിൻ്റെ ബാക്കിയത്തെ. അപ്പോൾ അങ്ങോട്ടേക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫ്ലവർ എന്തോരം വരച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ബാക്കിയത്തെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതെ, ഇപ്പോൾ ഈ ഒരു പെറ്റലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ദേ ഈ ഒരു ഫ്ലവർ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക, മൊബൈൽ യൂസ് ചെയ്തിട്ട് കേട്ടോ. ഇത് തന്നെ ലാപ്ടോപ്പിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ലാപ്ടോപ്പിലാണെങ്കിൽ കുറച്ചും കൂടെ സ്ക്രീനിന് സൈസ് ഉള്ളതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ഇത്ര സ്ക്രീൻഷോട്ട് ചെയ്താൽ ഒരു ഡിസൈൻ നമ്മൾ എടുത്തു കഴിയാം. എന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഈ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് പുറത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ, പ്രിൻ്റർ ഇല്ലാത്തവർക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോകേണ്ട കാര്യമില്ല, വേറൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാമെന്ന്. അപ്പം അങ്ങനെ വരച്ചെടുത്തൊരു ഡിസൈനാണ് ഞാൻ അങ്ങനെ മൊബൈലിൽ വെച്ച് വരച്ചെടുത്തേക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇത്. ഈ ഒരു പാറ്റേൺ ഞാൻ ബട്ടർ പേപ്പറിൽ വരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. ഏത് സൈറ്റിൽ ഇപ്പോൾ നമ്മളൊരു ബൊട്ടീക്കിൻ്റെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കുക, വെക്കുക മൊബൈലിൽ. എന്നിട്ട് ഇങ്ങനെ എൻലാർജ് ചെയ്ത് ഇതുപോലെ ഡിസൈൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ ബ്ലൂ പ്രിൻറ്റ് വേണമെന്നൊന്നുമില്ല. ഇപ്പം ഞാനൊരു തയ്ച്ചൊരു ഡിസൈൻ അല്ലേ കാണിച്ചത്, അതിൻ്റെ പ്രിൻറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും എന്നല്ലേ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ പ്രിൻറ്റ് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ആണെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ബ്ലൂ പ്രിൻറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിസൈനിന് വേണ്ടി കിട്ടിയില്ല എന്നോർത്ത് സങ്കടപ്പെടേണ്ട. ഇതുപോലെ തന്നെ സൂം ചെയ്ത് ഏതെങ്കിലും വീഡിയോയുടെ ഇടയിൽ കാണിക്കണമെങ്കിൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ് ഞാൻ ഇന്ന് തയ്ച്ച് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആങ്കറിൻ്റെ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആങ്കറിൻ്റെ 3 ഷീറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡബിൾ ഷെയ്ഡ് കളർ ത്രെഡാണ് 1203. പിന്നെ ഗ്രീൻ തന്നെ 2 ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് 281 മറ്റൊന്ന് 845 നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഷെയ്ഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് തയ്ക്കുന്നത് പിങ്ക് ആൻഡ് റെഡ് ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ലീവ്സ് തയ്ക്കാനും സ്റ്റെം തയ്ക്കാനുമായിട്ട് ഗ്രീൻ 2 ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ. അപ്പോൾ നമ്മൾ ഈ ബട്ടർ പേപ്പറിൽ ഇതുപോലെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗൻജീഡിയോ ചെക്കോട്ടയുടെയൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് അടിയിൽ വെച്ചോ കാണാൻ പറ്റും. അല്ലാത്തതിനാണെങ്കിൽ കാർബൺ പേപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ യൂസ് ചെയ്യാം. 281 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 സ്ട്രാൻഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റെമ്മും അതുപോലെ തന്നെ ലീഫിൻ്റെ ഔട്ട്ലൈനും നമ്മൾ തയ്ക്കുന്ന 3 സ്ട്രാൻഡ്സ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് എല്ലാ മെറ്റീരിയൽസിലും തയ്ക്കാൻ ഒരുപോലെയല്ല. എന്ന് വെച്ചാൽ കുത്തിയെടുക്കണം. ചെയിൻ, സ്റ്റെം, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അങ്ങനെയുള്ള ഇതൊക്കെ സ്റ്റിച്ചസൊക്കെ നമുക്ക് കുത്തിപ്പൊക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഇങ്ങനത്തെ ഇപ്പോൾ ഓർഗൻറ്റി മെറ്റീരിയലാണെങ്കിൽ ഇത്തിരി സ്റ്റിഫാണ്, കുത്തിപ്പൊക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കുത്തിയെടുക്കണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കണമെങ്കിൽ ഇത്തിരി ബലം നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അത് കൈ വേദന ഉണ്ടാക്കാൻ ചാൻസ്, ഒത്തിരിയൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് കൈക്ക് വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് വേറെ രീതിയിൽ ചെയിൻ സ്റ്റിച്ച് തയ്ക്കാം. ഇതുപോലെ
എവിടെ നിന്നാണ് ചെയിൻ വേണ്ടതെന്ന് വെച്ചാൽ എത്ര ദൂരം ചെയിൻ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ പൊക്കിയെടുക്കുക. ഇങ്ങനെയും തയ്ക്കാവുന്നതാണ്. അതെല്ലാ മെറ്റീരിയലിലും അല്ല, ചില മെറ്റീരിയൽ ഇങ്ങനെ പൊക്കിയെടുക്കാൻ സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽ പൊക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, കൈക്ക് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെയായി ചെയ്താൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം അതുപോലെ സ്റ്റെമ്മും ലീഫും നമുക്ക് ലീഫിൻ്റെ ഔട്ട്ലൈൻ ഉള്ളിലല്ല, ഔട്ട്ലൈന് ഇതുപോലെ തന്നെ ഈ സെയിം ത്രെഡ് യൂസ് ചെയ്ത് ചെയിൻ സ്റ്റിച്ച് വെച്ച് ചെയ്തെടുക്കാം. 3 strands ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ലീഫിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഉള്ളിലത്തെ ലൈൻസാണ്. അത് നമ്മൾ വേറൊരു കളർ നമ്മൾ എടുത്ത് വെച്ചല്ലോ, 845 കളർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. നമ്മൾ 845 കളർ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അതും 3 strands യൂസ് ചെയ്ത് ഇതിലെ കൂടെ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ തന്നെ സ്റ്റെം സ്റ്റിച്ചും ഈ ഓർഗൻഡി സ്റ്റഫ് മെറ്റീരിയലിൽ തയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇത് സാധാരണ നോർമലി നമ്മൾ തയ്ക്കുന്ന മാതിരി തയ്ക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നോർമലി തയ്ക്കുന്നത്. അപ്പം ഇങ്ങനെ കുത്തിയെടുക്കുമ്പം നമ്മുടെ കൈ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഫിംഗർ ടിപ്പ് ഈ നീഡിലിൻ്റെ ബാക്കിൽ കൊണ്ട് കുറേ തയ്ക്കാനുണ്ടെങ്കിൽ, ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ കുഴപ്പമില്ല, കുറേ തയ്ക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ ടിപ്പിൻ്റെ അവിടുത്തെ തൊലി പോകും. അതല്ല എന്നുണ്ടെങ്കിൽ വേദന എടുക്കാൻ തുടങ്ങും. ഇത്തിരി ആയത്തിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടല്ലേ കുത്തി എടുക്കുന്നത്. അപ്പോൾ കൈക്കാണെങ്കിലും വേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിംഗർ ടിപ്പിന് ഫിംഗർ ടിപ്പ് മുറിയുന്നത് മാറ്റാനായിട്ട് അതിൽ ഫിംഗറിൽ ഇടുന്ന ഒരു ക്യാപ്പ് മാതിരി ഒരു മെറ്റലിൻ്റെ സാധനം നമുക്ക് കിട്ടും, അത് മേടിച്ചിട്ടാൽ മതി. അതല്ല കൈക്ക് വേദനയൊക്കെ വന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് നമ്മളത് ഇതുപോലെ എടുക്കുക. എന്തോരം ഡിസ്റ്റൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ താത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ കുത്തി പൊക്കണേന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്തായിട്ട്, ആദ്യം എടുത്തതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ നീഡിൽ പൊക്കുക. ഇങ്ങനെ ചെയ്താലും മതി. സ്റ്റെം സ്റ്റിച്ച് നമുക്ക് ഇങ്ങനെയാണെങ്കിലും തയ്ക്കാം. അപ്പോൾ അത് ഏതാണ് നിങ്ങൾക്ക് സൗകര്യം ആയിട്ട് തോന്നണേന്ന് വെച്ചാൽ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണ് എളുപ്പമായിട്ട് തോന്നണേന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ലൈൻസ് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ, കളറിന് ഒത്തിരി ഡിഫറൻസ് ഒന്നും ഇല്ല, സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ലീഫിൻ്റെ ഉള്ളിൽ സ്റ്റെം സ്റ്റിച്ചും നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിപ്പം ഈ ഒരു ഇത് സ്റ്റെം തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കാണും. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യില്ല, ഇവിടെ താത്തിയിട്ട് നമ്മൾ താഴത്തുനിന്ന് തന്നെ എടുത്തു തുടങ്ങുക. അപ്പോൾ കാണത്തില്ല, ട്രാൻസ്പെറൻറ്റ് ആണെങ്കിലും നമ്മൾ മേളിൽ കാണത്തില്ല. ഇതുപോലെ ബാക്കിയത്തെയും കൂടെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലീഫും കഴിഞ്ഞു, ലീഫിൻ്റെ ഉള്ളിലെ ലൈൻസും നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ക്കാനുള്ള ഫ്ലവറാണ്. ഫ്ലവർ തയ്ക്കാനും 3 strands ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റിച്ച് നമ്മൾ പെറ്റൽസ് തയ്ക്കാൻ തയ്ക്കുന്നത് 3 strands യൂസ് ചെയ്ത ഹെയർ ഇൻ ബോൺ സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡബിൾ ഷേപ്പ് ത്രെഡാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന സ്ഥലം പോയിൻ്റൊന്നുമില്ല. ചില സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തയ്ച്ചു പോകാം. അതിൽ അടി കൂടെ വലിച്ചാൽ കാണത്തില്ല. പക്ഷെ ചില പെറ്റൽസ് ഇത് ഇവിടെ തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകാം, പക്ഷേ ഇവിടെ തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോരാൻ പറ്റില്ല. ചിലപ്പം കാണും, ഡിസ്റ്റൻസ് കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ താഴത്തെ കൂടെ വലിക്കുന്നത് കാണും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് തയ്ച്ച് പോകാം. ഞാൻ എന്തായാലും താഴത്തെ പെറ്റലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ത്രീ സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ 6 strands ഇട്ട് അത്ര ഭംഗി നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് ഹെയർ ബോണായിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോയി ഇനി അപ്പുറത്തെ സൈഡിൽ താഴത്തെ പോർഷനിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് പോകണം. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി അകത്തി ചെയ്യാണ്ട് അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എക്സ് കിട്ടി, ഒരു ക്രോസ് കിട്ടി. ഇനി ആ ക്രോസിൻ്റെ സെൻറ്ററിൽ നിന്ന്
സെൻറ്ററിൽ നിന്ന് വേണം ആദ്യം തയ്ച്ച് ക്രോസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് അപ്പുറത്തോട്ടും മേളിലോട്ട് ഇതിൻ്റെ തൊട്ട് മേളിലോട്ട് നമ്മൾ താത്തുകയാണ്. ഇനി ഈ 2 ലൈൻസിൻ്റെയും സെൻറ്ററിൽ നിന്ന് നമ്മൾ പൊക്കിയെടുത്തിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പം അങ്ങനെ ക്രോസ് ആയിട്ട് തയ്ക്കുന്നതാണ് ഹെയർ ഇൻ ബോൺ അല്ലെങ്കിൽ ഷാഡോ വർക്കിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് ഹെയർ ഇൻ ബോൺ. അപ്പോൾ ഈ ഷാഡോ അപ്പോൾ ഇങ്ങനെ ക്രോസ് വരുന്നതാണ്, അങ്ങനെയാണ് ഹെയർ ഇൻ ബോൺ തയ്ക്കുന്നത്. നമ്മൾ ഷാഡോ വർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മേളിൽ വരും ഇങ്ങനെ തയ്ക്കുമ്പോൾ. താഴെ ഷാഡോ വർക്കിൻ്റെ കുത്തി നമ്മൾ താത്തുന്നത് ഇത് മാത്രമായിട്ടുള്ളത് ലൈൻ ആയിട്ടുള്ളതാണ് നമ്മൾ കാണത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം ഒരു പെറ്റിൽ തയ്ച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ താഴെ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ട് തയ്ക്കുക. അപ്പോൾ എന്തോരം അകത്തി വേണം എന്തോരം അടുപ്പിച്ച് വേണം എന്നൊക്കെയുള്ളത് ഒരു ആൾക്കാരുടെ ഇഷ്ടം. പക്ഷേ എന്തോരം അടുപ്പിച്ച് തയ്ക്കാമോ അത്രയും ഭംഗി കൂടും. അപ്പം 6 strands ഒക്കെ ഇട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ലോണം തടിച്ച് നിൽക്കും, അടുത്തടുത്തും ഇരിക്കും, നല്ലോണം തടിച്ചും ഇരിക്കും. അപ്പോൾ ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ചോരെ ഫില്ലായിട്ടിരിക്കുന്ന കാണാം. എന്നാൽ ക്രോസ് ഉണ്ട് താനും. അങ്ങനെയുള്ള രീതിയിൽ നല്ല ഭംഗിയായിരിക്കും 6 strands ഇട്ട് തയ്ച്ചാൽ. ഇപ്പോൾ ഞാൻ ഇവിടെ 3 strands ആണ് യൂസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പെറ്റൽസും തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഡോട്ട്സ് ഈ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഡോട്ട്സ് എല്ലാം സർക്കിൾസ് എല്ലാം തയ്ക്കുന്നത്. അത് സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്തിട്ട് ഇവിടെ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്ച്ചെടുക്കാം പെട്ടെന്ന് തന്നെ. അപ്പോൾ അങ്ങനെ തയ്ച്ചെടുത്ത ഒരു ഫുൾ ഡിസൈനിങ് ഞാനിപ്പോൾ തയ്ച്ച് കാണിച്ചതിലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ഈ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ഞാൻ തയ്ച്ച് കാണിച്ചത്. അതിൻ്റെ ഫുൾ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ താഴെ 3 ലീവ്സ്, ഇവിടെ 3 ഫ്ലവർ, പിന്നെ അവിടുന്ന് മൂന്നാമത്തെ ഫ്ലവറിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു ഫ്ലവർ, അങ്ങനെ മൊത്തത്തിൽ 4 ഫ്ലവർ ആയിട്ടുള്ള ഒരു ബഞ്ച് ഡിസൈനാണ് ഇത്. നല്ല ഇങ്ങനത്തെ ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡൊക്കെ ഇട്ട് അല്ലെങ്കിൽ മൾട്ടി ഷെയ്ഡ് ത്രെഡൊക്കെ ഇട്ട് തയ്ച്ച നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇത്. വൈറ്റിലായും കൂടെ ആയതുകൊണ്ട് നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. ഒത്തിരി തിക്കായിട്ടുള്ള വർക്കല്ല, സിമ്പിളായിട്ടുള്ള 3 ലീവ്സും തണ്ടൊക്കെ ആയിട്ട് നീണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ്. എന്നാൽ വലിപ്പം ഒത്തിരി തിക്കായിട്ട് ഫ്ലവേഴ്സ് ഇല്ല, പക്ഷെ എന്നാൽ വലിപ്പമുള്ള ഒരു ഡിസൈനുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്ക്കാവുന്നതാണ്. എല്ലാവർക്കും ഇപ്പം മനസ്സിലായി എങ്ങനെയാണ് ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ പ്രിൻ്റ് ഔട്ടൊന്നും എടുക്കാണ്ട് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നേ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.